മലയാള സിനിമാ സംഘടനയായ അമ്മയിലെ ആഭ്യന്തര തർക്കങ്ങളും വിവാദങ്ങളും നിയമ പോരാട്ടത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. നടി ലക്ഷ്മിപ്രിയ, അമ്മ മുൻ പ്രസിഡന്റ് ശ്വേതാ മേനോൻ എന്നിവർക്കെതിരെ നടി അൻസിബ ഹസൻ നൽകിയ പരാതിയിലാണ് പുതിയ നിയമപരമായ തിരിവുകൾ ഉണ്ടായിരിക്കുന്നത്. കൊച്ചിയിലെ പാലാരിവട്ടം പോലീസിൽ അൻസിബ നൽകിയ പരാതിയിൽ നേരിട്ട് FIR ഇട്ട് കേസെടുക്കാനോ അന്വേഷണം നടത്താനോ സാധിക്കില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലെ വസ്തുതകൾ പ്രകാരം ഇത് സ്വകാര്യ അധിക്ഷേപം അഥവാ അപകീർത്തി കേസ് മാത്രമേ പരിഗണിക്കാൻ കഴിയൂ എന്നും പോലീസ് കൂട്ടിച്ചേർത്തു. പോലീസ് നടപടിയെടുക്കാതിരുന്നതിനെ തുടർന്ന് അൻസിബ ഹസൻ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു. അൻസിബയുടെ ഹർജി പരിഗണിച്ച എറണാകുളം മജിസ്ട്രേറ്റ് കോടതി വിഷയം വിശദമായി പരിശോധിച്ചു. കേസിൽ അന്തിമവിധി പറയുന്നത് ഈ മാസം 27 മാറ്റിയിരിക്കുകയാണ്. അപകീർത്തികരമായ പരാമർശങ്ങളിലും സോഷ്യൽ മീഡിയ വഴി നടന്ന വ്യക്തിഹത്യകളിലും FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് കോടതി നിർദ്ദേശം നൽകുമോ അതോ അൻസിബ സ്വകാര്യ അന്യായമായി കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമോ എന്നത് ഈ മാസം 27 വിധിയിലൂടെ വ്യക്തമാകും. സംഘടനയ്ക്കുള്ളിലെയും യൂട്യൂബ് ചാനലുകളിലൂടെയും തന്നെ ലക്ഷ്യമിട്ട് സംഘടിതമായി വ്യാജ പ്രചാരണം അധിക്ഷേപവും നടന്നു എന്നാണ് അൻസിബ ആരോപിക്കുന്നത്. അമ്മ സംഘടനയിലുണ്ടായ പൊതുയോഗത്തിലെയും ഭരണസമിതിയിലെയും തർക്കങ്ങളാണ് വ്യക്തിവൈരാഗ്യമായി മാറി തനിക്കെതിരെയുള്ള പ്രചാരണങ്ങൾക്ക് പിന്നിലെന്ന് അൻസിബ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ പോലീസിന്റെ വാദമനുസരിച്ച് ക്രിമിനൽ കുറ്റകൃത്യത്തിന് വ്യക്തമായ തെളിവുകളില്ലാത്ത സാഹചര്യത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അപകീർത്തി കേസുകൾ കോടതി നേരിട്ട് സ്വകാര്യ ഹർജിയായി സ്വീകരിക്കേണ്ടവയാണ്. ഇതിനാലാണ് ക്രിമിനൽ കേസ് നേരിട്ട് അന്വേഷിക്കാൻ തടസ്സമുള്ളതായി പോലീസ് വ്യക്തമാക്കിയത്. ഇതിനിടയിൽ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ നിലപാട് വ്യക്തമാക്കി ശ്വേതാ മേനോനും രംഗത്തെത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കുറ്റാരോപിതരായവർക്കെതിരെയാണ് തന്റെ പോരാട്ടമെന്ന് ശ്വേത ആവർത്തിച്ചു. താൻ ഉള്ളിടത്തോളം കാലം ആരോപണം നേരിടുന്നവർ അമ്മയുടെ തലപ്പത്തേക്ക് വരില്ല. കുറ്റാരോപിതർ സംഘടനയിലെ ചിലരെ മുൻനിർത്തി തന്നെ തുടർച്ചയായി അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. താൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരിയാണെങ്കിൽ അത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. അമ്മയിൽ രാഷ്ട്രീയവും മതവും വർഗീയതയും കലർത്തി സംഘടനയെ വിഭജിക്കരുത് എന്നും ശ്വേതാ മേനോൻ പോസ്റ്റിൽ കുറിച്ചിരുന്നു. തനിക്കെതിരെ നടക്കുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടയുണ്ടെന്നും ശ്വേത കുറ്റപ്പെടുത്തുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കും ചർച്ചകൾക്കും സാക്ഷ്യം വഹിച്ച മലയാളം സിനിമാ മേഖലയും അമ്മ സംഘടനയും വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. നടിമാർ തമ്മിലുള്ള ചേരിതിരിവും ആരോപണ പ്രത്യാരോപണങ്ങളും സംഘടനയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. പോലീസിന്റെ നിലപാടിന് ശേഷം ഇനി എല്ലാവരുടെയും കണ്ണുകൾ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയുടെ വരുന്ന 27 വിധിയിലേക്ക് തന്നെയാണ്. അൻസിബ നൽകിയ ഹർജിയിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ഈ പോരാട്ടത്തിൽ നിർണായകമാകും.